കുറേ ആൾക്കാർ ചോദിച്ചിട്ട് നമ്മൾ പൂപ്പിക്കുട്ടി എങ്ങനെ നമ്മളെ കടിച്ചത്. സംഭവം എന്താ വെച്ചാൽ നമ്മളൊരു മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടായതാട്ടെ. നമ്മൾ മൈസിന് ഫീഡ് കൊടുക്കായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെ ഒരു കൈമാണെങ്കിൽ പൂപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫുഡ് കൊടുക്കേണ്ട ഇടയ്ക്ക് മറ്റാൾ മൈസിന് ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ഫീഡ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മൈസാണ് വിചാരിച്ചിട്ട് നമ്മൾ കൈയ്യാണ്ട് ഇളകിയപ്പോൾ അതിമാണ് ഫോക്കസ് ചെയ്തിട്ട് കടിച്ചതാണ് കേട്ടോ. നമ്മുടെ പൂപ്പിക്കുട്ടി ഇതിലൊരു ഉത്തരവാദിയല്ല കേട്ടോ. അപ്പോൾ പൂപ്പിക്കുട്ടി കടിച്ചത് സംഭവം വേറൊന്നുമല്ല, ജസ്റ്റ് പൂപ്പിക്കുട്ടി വിരല് വിഴുങ്ങാറായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോകുന്ന സമയത്ത് വിരല് കൈയാവും, കഴുത്താവും, പിന്നെ തലയാവും. അങ്ങനെ പോകുന്നതിന് അനുസരിച്ച് പൂപ്പിക്കുട്ടി അളവുകൾ കൂടുതൽ എടുക്കാൻ തുടങ്ങും കേട്ടോ. ഒരു ദിവസം നീ ഉറക്കം എണീക്കുമ്പോൾ ഒരു ഗുഹയ്ക്കകത്തായതുപോലെ നിനക്ക് തോന്നും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പൂപ്പിക്കുട്ടി വളർന്നു കഴിഞ്ഞു, പൂർണ്ണ വളർച്ചയിലെത്തി പൂപ്പിക്കുട്ടി. ഓക്കെ, ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നീ നട്ടു വളർത്തിയ ഒരു മരം കൊണ്ട് നിനക്ക് ശവപ്പെട്ടി ഉണ്ടാക്കേണ്ട അവസ്ഥ വരരുത്. പൂപ്പിക്കുട്ടി ഇന്ന് വിരലിൽ കടിച്ചു, നാളെ കൈ കടിക്കും, പിന്നെ ഊമ്പി.